മൊബൈൽ ഫോണും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഏതാനും ചില ഗാഡ്ജറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായിട്ടൊരു ലാപ്ടോപ്പ് കേസ് സ്ലീവാണ്. ലാപ്ടോപ്പ് ഉള്ളവർക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു 3-in-1 ലാപ്ടോപ്പ് കേസ് സ്ലീവാണിത്. പ്രീമിയം വീഗൻ ലെതർ മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വാട്ടർ പ്രൂഫ് കൂടിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ക്ലീൻ ചെയ്യാനും സാധിക്കും. ഇത് ലാപ്ടോപ്പ് കവറായിട്ട് മാത്രമല്ല, വളരെ എളുപ്പത്തിൽ മടക്കി ഒരു അഡ്ജസ്റ്റബിൾ ലാപ്ടോപ്പ് സ്റ്റാൻഡായിട്ടും അതോടൊപ്പം തന്നെ മൗസ് പാഡായിട്ടും ഉപയോഗിക്കാനും പറ്റും. ഇങ്ങനെ സ്റ്റാൻഡായി ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ടൈപ്പിംഗ് ആംഗിളും ലാപ്ടോപ്പിന് മികച്ച വെന്റിലേഷനും ലഭിക്കും. ഇത്രയധികം ഫീച്ചറുകൾ ഉണ്ടെങ്കിലും ഇത് വളരെ സ്ലിമ്മും ലൈറ്റ് വെയ്റ്റുമാണ്. 1800 രൂപ നിരക്കിൽ നിങ്ങൾക്കിത് വാങ്ങാൻ കിട്ടും. ഇതിൽ പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കാം. അടുത്തായിട്ട് ഒരു ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളാണ്. ഏകദേശം 10 അടിയോളമാണ് ഇതിൻ്റെ നീളം വരുന്നത്. 180 ഡിഗ്രി റൊട്ടേറ്റിംഗ് ഡിസൈനുണ്ട്. ഗെയിം കളിക്കുമ്പോഴും വീഡിയോ കാണുമ്പോഴുമൊക്കെ ഫോൺ കയ്യിൽ പിടിക്കാൻ വളരെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ കേബിൾ വശങ്ങളിലേക്ക് മടക്കാൻ ഇത് സഹായിക്കും. ചാർജിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ചാർജിങ് അഡാപ്റ്റർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ 240 വാട്ട് വരെ റാപ്പിഡ് ഫാസ്റ്റ് ചാർജിങ് ഇത് നൽകും. കൂടാതെ ഫോണിലെ ബാറ്ററിക്ക് കേടുപാടുകൾ വരുത്താതെ സുരക്ഷിതമായിട്ട് ചാർജ് ചെയ്യാനും ഇതിലെ ചിപ്പ് സഹായിക്കുന്നുണ്ട്. ചാർജിങ്ങിന് പുറമെ 450 Mbps വേഗതയിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും ഈ കേബിൾ സഹായിക്കും. ഐഫോൺ, ഗാലക്സി ഫോണുകൾ, മാക്ബുക്ക് എന്നിവയ്ക്ക് അനുയോജ്യമായ നല്ല നീളവും ഈടുമുള്ള ഒരു ടൈപ്പ് സി കേബിൾ നോക്കുന്നവർക്ക് ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ്. 1000 രൂപയോളമാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്തായിട്ട് ഒരു ഫോൾഡബിൾ സിലിക്കൺ അലുമിനിയം ഹോൾഡറാണ്. ഇതിനുള്ളിൽ ഒരു അലുമിനിയം കോർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള ഏതാകൃതിയിലും ഇത് വളച്ചു വയ്ക്കാൻ സാധിക്കും. ഒരിക്കൽ വെച്ചാൽ പിന്നെ അത് അനങ്ങാതെ അവിടെ തന്നെ ഉറച്ചു നിൽക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുമ്പോഴോ പാചകം ചെയ്യുന്ന സമയത്ത് റെസിപ്പികളൊക്കെ നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വീഡിയോ കോളുകളിൽ സംസാരിക്കുമ്പോഴോ ഒക്കെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ മടക്കി വളരെ ചെറിയ സൈസിലാക്കി പോക്കറ്റിലോ ബാഗിലോ ഒക്കെ എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ പറ്റും. ഇത് നിർമ്മിച്ചിരിക്കുന്നത് പ്രീമിയം സിലിക്കൺ കൊണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിലോ ടേബിളിലോ ഒരു ചെറിയ പോറൽ പോലും വീഴില്ല. നല്ല ഗ്രിപ്പും ലഭിക്കും. ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർമാർക്കും ഓഫീസ് ആവശ്യങ്ങൾക്കുമൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. 250 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ കിട്ടും. അടുത്തായിട്ടൊരു ഗെയിമിംഗ് ഹെഡ്സെറ്റ് ആൻഡ് കൺട്രോളർ സ്റ്റാൻഡാണ്. ഗെയിമേഴ്സ് ഡെസ്ക് എപ്പോഴും നീറ്റായി വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഹെഡ്സെറ്റും കൺട്രോളറും ഒക്കെ ഒരിടത്ത് ഭംഗിയായി വെക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു നല്ല പ്രോഡക്റ്റാണിത്. ഇതൊരു RGB ലൈറ്റിംഗ് ഉള്ള ഗെയിമിംഗ് ഹെഡ്സെറ്റ് ആൻഡ് കൺട്രോളർ സ്റ്റാൻഡാണ്. ഇതിൻ്റെ പവർ ഓൺ ചെയ്താൽ മുകളിലെ ടച്ച് പാഡിൽ വിരൽ വെച്ച് 5-6 സെക്കൻഡ് പിടിച്ചാൽ മതി. ഉടനെ തന്നെ RGB ലൈറ്റുകൾ മിന്നിത്തുടങ്ങും. അതുപോലെ ഇതിൻ്റെ USB കേബിൾ നമ്മുടെ PC-യിലോ കൺസോളിലോ കുത്തിയാൽ മതി. പവർ ലഭിച്ചാൽ ഉടൻ തന്നെ ഇതിലെ 7 കളർ ബ്രീത്തിംഗ് ലൈറ്റ് ഓൺ ആകും. ഇതിൽ ടോട്ടൽ 9 തരത്തിലുള്ള RGB ലൈറ്റിംഗ് മോഡുകളും ഉണ്ട്. 1300 രൂപയ്ക്ക് നിങ്ങൾക്കിത് വാങ്ങാൻ കിട്ടും. അടുത്തായിട്ടൊരു റീചാർജബിൾ വയർലെസ് മൗസാണ്. അംഗറ്റയുടെ ഒരു മികച്ച വയർലെസ് മൗസാണിത്. ഓഫീസ് ജോലികൾക്കോ എഡിറ്റിങ്ങിനോ ഒക്കെ ഈ ഒരു മൗസ് വളരെയധികം സഹായിക്കും. നമുക്ക് ഒരേ സമയം 3 ഡിവൈസുകളിൽ വരെ ഇത് കണക്ട് ചെയ്യാനും സാധിക്കും. അതായത് 2 ബ്ലൂടൂത്ത് കണക്ഷനുകളും ഒരു USB റിസീവറും. മുകളിൽ തന്നെ ഇതിനൊരു സ്വിച്ച് ഉള്ളത് കൊണ്ട് തന്നെ ഡിവൈസുകൾ വളരെ എളുപ്പം മാറ്റാനും സാധിക്കും. ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു S201 എന്ന പ്രൊഫഷണൽ ഗ്രേഡ് ഒപ്റ്റിക്കൽ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ DPI മാറ്റാൻ ഇതിലൊരു ബട്ടൺ തന്നെയുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് 800 മുതൽ 3200 DPI വരെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ 4000 mAh റീചാർജബിൾ ബാറ്ററിയാണ് വരുന്നത്. ഒപ്പം സ്റ്റാർട്ട് സ്ലീപ്പ് ടെക്നോളജിയും ഉള്ളതുകൊണ്ട് തന്നെ ബാറ്ററി പെട്ടെന്ന് തീരില്ല. ബാറ്ററി എത്രത്തോളം ഉണ്ട് എന്നറിയാൻ മുകളിൽ LED ഇൻഡിക്കേറ്ററും നൽകിയിട്ടുണ്ട്. 700 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇതിൽ പറഞ്ഞ എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കാം. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.